ഒന്നും ചെയ്തില്ല. ഒരു ജനം അടിച്ചില്ല. സമാധാനപരമായിട്ട് നടക്കുന്ന പ്രതിഷേധത്തെ വാരിക്കെടുത്ത് തന്നതിന്റെ ഒരു കാര്യമില്ല. മുമ്പിലേക്കാണ് ഞങ്ങൾ മാറ്റിയത്. ഇന്നലെ നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് അരങ്ങേറിയത്. BJP, RYF, KSU പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് പിന്നീട് ജലപീരങ്കിയും പ്രയോഗിച്ചു. 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ശക്തമായ നടപടിയിലേക്ക് കടക്കുകയാണ് സർക്കാരും. ഗുരുതര വീഴ്ച ഉണ്ടായെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. സ്കൂൾ ചുമതല ഉണ്ടായിരുന്ന AEOയിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നഷ്ടപ്പെട്ടത് കേരളത്തിന്റെ ഒരു മകനെയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക. അതേസമയം ബാലാവകാശ കമ്മീഷൻ സ്കൂൾ സന്ദർശിച്ചു. വർഷങ്ങളായി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നത് വീഴ്ചയാണ്. വിഷയം ഗൌരവമായി കാണുന്നുവെന്നും വീഴ്ച പറ്റിയവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. ഇവിടുന്ന് കാഴ്ചയിൽ തന്നെ ഇത് കാണുന്നുണ്ട്. കുട്ടികൾക്ക് അതുവഴി ഇറങ്ങി വരാൻ കഴിയുന്ന തരത്തിൽ കുട്ടികളല്ലേ, കുട്ടികൾ ഉണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമായിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗവൺമെന്റ് നിലപാടും അത് തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഇത്രയും കാലമായിട്ടുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിച്ചില്ല എന്നത് വീഴ്ചയായിട്ട് തന്നെ കമ്മീഷൻ കാണുകയാണ്. അതിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ഇത് പരിഹരിക്കാൻ ഒരു അപകടം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത്, ഒരു ദുരന്തം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൌരവത്തോടുകൂടി തന്നെ കമ്മീഷൻ പരിശോധിക്കും. ആർക്കൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ പരിശോധിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരോട് കമ്മീഷൻ ആവശ്യപ്പെടും. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, 8ാം ക്ലാസ്സുകാരന്റെ മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം ഒരു വശത്ത് അരങ്ങേറുന്നുണ്ട്. അതിനിടെ പ്രിൻസിപ്പാളിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. അതിന് മാത്രം ഒതുങ്ങുന്നതായിരിക്കും ഈ നടപടി. കാരണം ഇവിടെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥലം സന്ദർശിച്ച ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, വർഷങ്ങളായി വൈദ്യുതി ലൈൻ ഇതുപോലെ താഴ്ന്നു കിടക്കുകയായിരുന്നു. ഇത് പ്രിൻസിപ്പളിന്റെ മാത്രം ഒരു വീഴ്ചയായി കാണേണ്ടതാണോ? ഇവിടെ വൈദ്യുതി വകുപ്പ്, KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്, സ്കൂൾ മാനേജ്മെന്റ്, PTA, ഇവരുടെ ആരുടെയും ഭാഗത്തുനിന്ന്, അതായത് ഈ ഉത്തരവാദിത്വപ്പെട്ട ആരും ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ മറുപടി ഇന്നലെ പോലും നൽകാൻ തയ്യാറായില്ല. കൂടുതൽ ഒരു വലിയ രീതിയിലുള്ള നടപടി, കൂടുതൽ ആളുകൾക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ? പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി എന്നോണം പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത്. അതിനപ്പുറത്തേക്ക് ഇത് സ്കൂളിന്റെയോ സ്കൂൾ അധികൃതരുടെയോ ഭാഗത്തു നിന്ന് മാത്രം സംഭവിച്ച ഒരു വീഴ്ചയല്ല എന്ന ആക്ഷേപം ഇന്നലെ മുതൽ തന്നെ ഉയർന്നതാണ്. അവിടെയാണ് ഈ സ്കൂളിന് ഫിറ്റ്നസ് നൽകിയ തദ്ദേശ വകുപ്പും അതോടൊപ്പം തന്നെ ഈ KSEBയുടെ അധികൃതരും, അതായത് ഈ സ്കൂളിന്റെ തൊട്ടടുത്ത് സൈക്കിൾ യാർഡിന് മുകളിലൂടെ ഇങ്ങനെയൊരു ഈ ഷീറ്റിട്ട്, തകര ഷീറ്റിട്ട് ഒരു മറ ഷെയ്ഡ് നിർമ്മിക്കുമ്പോൾ
അതിന് തൊട്ടുമുകളിലൂടെ ഈ 3 ലൈനുകൾ, വൈദ്യുതി ലൈനുകൾ പോകുന്ന ഒരു അപകടകരമായ സാഹചര്യം കൃത്യമായി അത് KSEB അധികൃതരുടെ അറിവോടെ തന്നെയാണ് അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ലൈൻ ഓഫ് ചെയ്തിട്ടാണ് അവിടെ ഈ നിർമ്മാണം അന്ന് നടന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരു വശത്ത് മാത്രം സ്കൂൾ അധികൃതരെ മാത്രം പഴിചാർത്തിക്കൊണ്ട് ഒറ്റപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് മാത്രം സംഭവിച്ച ഒരു വീഴ്ചയായി കണ്ട് വിമർശനങ്ങളോ നടപടികളോ സ്കൂളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അതിനപ്പുറത്തേക്ക് ഗൌരവതരമായ മറ്റൊരു വശം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ മുതൽ ഓറലായിട്ടുള്ള പരാതികൾ, അതായത് വാക്കാൽ ഈ ലൈൻ കമ്പി അവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ ഈ തകരശീറ്റിട്ട് ആ സ്ഥലം അവിടെ നിന്ന് ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ PTA മീറ്റിംഗുകളടക്കം നേരത്തെ മുതൽ ഉയർന്നതാണെന്നാണ് പ്രദേശവാസികളടക്കം നമ്മളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു അധികാരികളുടെ കണ്ണു തുറക്കാൻ എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യമായി മാറുന്നത്. എന്തായാലും പ്രാഥമികമായ നടപടികളുടെ ഭാഗമായാണ് പ്രധാനാധ്യാപികയ്ക്കെതിരായ നടപടി. പക്ഷേ അവിടെ കൊണ്ട് മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല കാര്യങ്ങൾ. കാരണം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതിനോടകം സംസ്ഥാനത്തിന്റെ പല ഭാഗത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ തദ്ദേശ വകുപ്പിൽ, അതായത് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി തുടർ നീക്കങ്ങളുണ്ടാകും, ഈ ഫിറ്റ്നസ് നൽകിയതിന് പുനഃപരിശോധിക്കാനുള്ള എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. വ്യക്തമാക്കിയ കാര്യമുണ്ട്. ഇവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന്. ഇതിപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ സ്കൂൾ പ്രിൻസിപ്പാളിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈദ്യുതി മന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. അവിടെ വീഴ്ച സംഭവിച്ചവർക്കെതിരെ KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഔദ്യോഗികമായി KSEBക്ക് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത്തരത്തിലുള്ള വിശദീകരണവുമായാണ് അവർ രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ മുതൽ പുറത്തു വന്നത്. കാരണം ഈ മിഥുൻ ഈ തകരശീറ്റിന് മുകളിൽ നിന്ന് ഒന്ന് നേരെ എഴുന്നേറ്റ് നിന്നാൽ കൈ എത്തുന്ന ദൂരത്തിൽ, അതായത് അനായാസരെ കൈപിടിക്കാവുന്ന ദൂരത്തിലാണ് ഈ അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പോലുമല്ല, നേരെ പോലുമല്ല ലൈൻ കമ്പി, അത് ആടുകയാണ് നിന്ന്. അത്തരത്തിൽ ഈ ലൈൻ കമ്പികൾ 3ഉം അതിന് മുകളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെയാണ് ബലം നഷ്ടപ്പെട്ട് ഈ അല്ലെങ്കിൽ തെന്നി വീഴാവുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു പിടുത്തത്തിന് വേണ്ടി ഈ ലൈൻ കമ്പിയിലേക്ക് ഈ മിഥുൻ അപ്രതീക്ഷിതമായി കൈവെക്കുന്നതും അങ്ങനെ ഷോക്കേറ്റ് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം. അവിടെ ഷോക്കടിച്ച് വീഴുന്ന മറ്റു സുഹൃത്തുക്കൾ കാണുന്നു. പിന്നീട് രക്ഷപ്പെടുത്താനായി ബെഞ്ച് കൊണ്ട് അടിച്ച് അവനെ താഴേക്ക് ഇടുകയാണ്. പക്ഷേ അപ്പോഴേക്കും ആളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. വളരെ ദൌർഭാഗ്യകരമായി, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു അപകടത്തിലുള്ള സാധ്യത എന്തുകൊണ്ട് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്ന വളരെ ഗൌരവതരമായ ചോദ്യത്തിന് ഈ സ്കൂൾ അധികൃതരും ഇതിന് ഫിറ്റ്നസ് നൽകിയ അധികൃതരും ഒക്കെ മറുപടി നൽകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നടപടി ഈ പ്രധാനാധ്യാപികയിൽ മാത്രം ഒതുങ്ങുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. പ്രതിഷേധങ്ങൾ ഇങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് ഈ ദുഃഖത്തിൽ പങ്കുചേരും. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അവിടെ എത്തുമ്പോൾ ഏത് തരത്തിലുള്ള തുടർ പ്രതികരണങ്ങളാകും ഉണ്ടാകുക എന്നാണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വീടിന്റെ പരിസരത്തും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. തീർച്ചയായും ഡാൻ, ഈ മിഥുന്റെ അവസ്ഥ ഇനി ഒരു കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം ആ കുടുംബത്തിന്റെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വാഭാവികമായും ഇതൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇതുപോലെ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു സ്കൂളുകളിൽ ഇതുപോലുള്ള വൈദ്യുതി കമ്പികൾ പോകുന്നുണ്ടോ? അതല്ലെങ്കിൽ അതിൻ്റെ കാലപ്പഴക്കം ചെന്ന നിരവധി സർക്കാർ സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടുതൽ കർശനമാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നുണ്ടോ? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തന്നെ ഈ കാര്യത്തിൽ അദ്ദേഹം പ്രാഥമികമായ പരിശോധന ഈ അപകടമുണ്ടായ സ്ഥലത്തും ഈ ക്ലാസ് മുറിയിലുമൊക്കെ പരിശോധന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സമാനമായ തരത്തിൽ അപകടകരമായ തരത്തിൽ ഫിറ്റ്നസ് ഇല്ലാതെ വേണ്ടത്ര മതിയായ സൗകര്യങ്ങളില്ലാതെ ഫിറ്റ്നസ് ഏതെങ്കിലും സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായ പരിശോധന നടക്കും. സർക്കാർ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ആ പരിശോധന നടത്താൻ സർക്കാർ തയ്യാറാകുമെന്നാണ് തങ്ങൾ കരുതുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പോലീസിനോട് തേടും. അതോടൊപ്പമാണ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ബാലാവകാശ കമ്മീഷൻ സമർപ്പിക്കുമെന്ന് കൂടി അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സമഗ്രമായി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളുടെയും സർക്കാർ സ്കൂളുകളുടെയും
പ്രവർത്തനങ്ങൾ, അതോടൊപ്പം കെട്ടിടത്തിന്റെ സാഹചര്യങ്ങൾ, കാലപ്പഴക്കം, അതോടൊപ്പം ഇങ്ങനെ അപകടകരമായ എന്തെങ്കിലും സ്ഥിതിവിശേഷങ്ങൾ സ്കൂളുകളോട് ചേർന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ ലൈൻ കമ്പി നിൽക്കുന്നത് മാത്രമല്ല, അപകടകരമായ നിലയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ ഭീഷണിയായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലും കിഴക്കൻ മേഖലകളിലുമൊക്കെ. അപ്പോൾ ഈ സ്കൂൾ പരിസരത്ത് കുട്ടികൾക്ക് ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ നിലനിൽക്കുന്ന അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള അടിയന്തരമായ ഇടപെടൽ എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ത്വരിതഗതിയിലുള്ള നടപടികൾ ബാലാവകാശ കമ്മീഷനും സർക്കാരിനെ ബന്ധപ്പെടുമെന്നാണ് ഇന്ന് രാവിലെ അദ്ദേഹം ഈ സ്കൂളിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം ഇത് കേവലം തേവലക്കരയിലെ ഒരു ബോയ്സ് ഹൈസ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല, അതിനപ്പുറത്തേക്ക് ഇതേ തരത്തിലുള്ള സമാനമായ സാഹചര്യമുള്ള മറ്റ് സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികളാണ് ഇനി ആവശ്യമെന്നാണ് ബാലാവകാശ കമ്മീഷനും വ്യക്തമാക്കുന്നത്. യെസ്, വ്യക്തമാണ്. കൊല്ലത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഗൃഹനാഥന്റെ ജീവൻ പൊലിഞ്ഞത് KSEBയുടെ ഗുരുതര അനാസ്ഥ മൂലമെന്ന് ആരോപണം. കൊണ്ടോട്ടി നീറാട് സ്വദേശി മുഹമ്മദ് ഷായാണ് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നീരാട് മുണ്ടക്കുളം KSEB ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിഷേധത്തിനൊടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മുഹമ്മദ് ഷായുടെ കുടുംബത്തിന് സഹായധനമായി 10 ലക്ഷം രൂപ നൽകുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചതായി MLA TV ഇബ്രാഹിം പറഞ്ഞു. CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ഇവിടെ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത്, അതായത് KSEBയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ഒരു ഗൃഹനാഥന്റെ ജീവൻ പൊലിയാൻ കാരണമെന്നാണ് ആരോപണം. യൂത്ത് ലീഗ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. അതിനിടെ വൈദ്യുതി മന്ത്രി ഇവിടെ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായിട്ടുണ്ട്. 10 ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് അങ്ങനെയെങ്കിൽ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത്, KSEBയുടെ ഭാഗത്ത് ഈ രീതിയിലുള്ളൊരു വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ടോം, ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യം, തലേ ദിവസം രാത്രി, അതായത് മിനിഞ്ഞാന്ന് രാത്രി തന്നെ ആ മേഖലയിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി കമ്പി പൊട്ടി വീണിരുന്നു. ഇക്കാര്യം ആ പ്രദേശവാസികൾ KSEB അധികൃതരെ വിളിച്ചറിയിച്ചിരുന്നു. പക്ഷെ അവർ വരാം എന്ന് പറഞ്ഞ് അവർ വന്നില്ല. തുടർന്ന് ഇന്നലെ ഉച്ചയോടെ ഈ മുഹമ്മദ് ഷാ ഷോക്കേറ്റ് വീണ ശേഷമാണ് KSEB അധികൃതർ എത്തുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വയർ പൊട്ടി വീണ കാര്യം KSEBക്കാർ അറിഞ്ഞിട്ടും അവരത് നടപടിയെടുത്തില്ല എങ്കിൽ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. സാധാരണ കറണ്ട് പോയി പിന്നീട് വന്ന് സമയമെടുത്ത് നേരെയാക്കുന്ന പോലെയല്ലല്ലോ ഒരു ലൈൻ പൊട്ടി വീണാൽ അവിടെ എത്തി ദ്രുതഗതിയിൽ ആ കാര്യങ്ങൾ നടത്തേണ്ടതും അതേപോലെ അവിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതും. അങ്ങനെ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം, അങ്ങനെ ഒരു അപകടം നടന്നതായുള്ള വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷിച്ച് അത് വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ KSEB അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മേഖലയിലേക്ക് വലിയ പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസിന്റെ തടസ്സമെല്ലാം മറികടന്ന് അവർ KSEB ഓഫീസിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞു വെക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇതിൽ അന്വേഷിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വലിയ സംഘർഷത്തിന് സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും KSEB ഓഫീസിൽ അതിക്രമിച്ച് കയറിയ ആളുകളെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിക്കുകയും തുടർന്ന് വീണ്ടും സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞത് 10 ലക്ഷം രൂപ കുടുംബത്തിന് സഹായധനമായി നൽകുമെന്ന് വൈദ്യുതിമന്ത്രി അറിയിച്ചു എന്നാണ് TV ഇബ്രാഹിം പറഞ്ഞിരിക്കുന്നത്. അതായത് KSEBയുടെ ഭാഗത്തു നിന്നൊരു പിഴവ് വന്നിട്ടുണ്ട് എന്ന പ്രാഥമികമായ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് KSEB എത്തുക. അതല്ലെങ്കിൽ ഒരു സമാശ്വാസധനം എന്ന തരത്തിൽ ഈ ഒരു വിഷയത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊരു താൽക്കാലിക പരിഹാരം എന്ന തരത്തിലെങ്കിലും
കരുതിയിട്ടാകണം ഇത്തരത്തിലൊരു നീക്കം KCBയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ വൈദ്യുതി ഇല്ല എന്ന വിവരമാണോ അതോ അങ്ങനെ ഒരു നഷ്ടപരിഹാരം മാത്രം പോരല്ലോ അനുമോദ്? കാരണം ഇവിടെ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ അത് അറിയിച്ചിട്ടും അവിടെ എത്താതിരുന്ന ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ, ജീവനക്കാർക്കെതിരെ കൂടി നടപടി വേണ്ടതല്ലേ? ആ ഒരു ഉറപ്പ് KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പ്രതിഷേധ പ്രകടനത്തിന് ഒരു അവസാനം ഉണ്ടായത്. ഇക്കാര്യത്തിൽ വൈകുന്നേരത്തോടെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി അടിയന്തരമായിട്ട് നടപടിയെടുക്കുന്നതിന് ഉറപ്പ് KCBക്കാർ നൽകിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരാതിയാണ് കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും ഭാഗത്തുള്ളത്. അതിൽ വസ്തുത എത്രമാത്രം ഉണ്ടെന്ന് അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നാണ് KCB അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെയാണെങ്കിലും ഈ ഒരു മഴക്കാലത്ത് വളരെ എവിടെയും സംഭവിക്കാവുന്ന ഒരു അപകടം തന്നെയാണ് ഇത്. കാരണം വൈദ്യുതി കമ്പി പൊട്ടി വീണ് കഴിഞ്ഞാൽ അത് ആ മേഖലയിലേക്കുള്ള വൈദ്യുതി ബന്ധം ഓഫ് ചെയ്യുക എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും KCB അധികൃതർ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ വഴിവെക്കും. ഇന്നലെ അബദ്ധത്തിൽ ഈ മുഹമ്മദ് ഷാ എന്ന വ്യക്തി ഒറ്റയ്ക്കായിരുന്നു അവിടെ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഷോക്കേറ്റ് വീണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അവർക്കും ഷോക്ക് ഏൽക്കുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അതായത് വലിയൊരു അപകടത്തിലേക്ക് വഴിവെക്കുമായിരുന്നു. ഒരു മരണം എന്നത് അത് ഒരുപാട് മരണത്തിലേക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു. ഭാഗ്യവശാൽ അത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് പോയില്ല. പക്ഷേ ഈ ഒരു ലൈൻ പൊട്ടി വീണത് അറിഞ്ഞ് ഉടൻ തന്നെ അത് ഓഫ് ചെയ്യേണ്ട സാഹചര്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം അധികൃതർക്കുണ്ട്. അതവർ നടത്തിയിട്ടില്ല, അത് ചെയ്തിട്ടില്ല എന്നത് വ്യക്തമാണ്. ഇനി അവരെ അത് വ്യക്തമായി അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ, ആരെയാണ് അറിയിച്ചെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണത്തിന് ശേഷം നടപടി ഉണ്ടാകുമെന്നാണ് KCB അധികൃതർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്താണെങ്കിലും എവിടെയും എപ്പോഴും സംഭവിക്കാവുന്ന, ഈ മഴക്കാലത്ത് സംഭവിക്കാവുന്ന ഒരു അപകടമാണ് കൊണ്ടോട്ടി നീരാട് മുഹമ്മദ് ഷാ എന്ന 56-കാരന്റെ ജീവൻ എടുത്തത് എന്നത് വളരെ വ്യക്തമാണ്. ടോം, വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽസ് ഉടമയെയും ജീവനക്കാരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം സ്വദേശി അലി, പള്ളിക്കൽ സ്വദേശിനി ദിവ്യമോൾ എന്നിവരാണ് മരിച്ചത്. ഒരു വർഷമായി അലി ഇവിടെ തുണിക്കട നടത്തിവരികയാണ്. കടയിലെ മാനേജറാണ് ദിവ്യമോൾ. ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു വർഷത്തോളമായി ഇവരിവിടെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട്, ലാവിഷ് എന്ന് പറയുന്ന തുണിക്കടയാണ്. ഇവിടെ ഒരു ഞാൻ അറിയാൻ കഴിഞ്ഞത് തേവന്നൂരുള്ള ഒരു സ്റ്റാഫും അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ഒരു ആളാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇതിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായിയെ അറിയിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇവിടെ യാതൊരു വിവരവും സംഘടനയുമായി യാതൊരു ബന്ധമോ നമുക്ക് ഇവിടെ ഈ കടയുമായി ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ അറിയാൻ കഴിയുന്നത് ഇവിടെ ഈ തുണിക്കടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുറംലോകവുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ കട നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, എന്താണ് സംഭവിച്ചത്? ഈ ആത്മഹത്യക്ക് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? ടോം, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആയൂരിൽ പ്രവർത്തിക്കുന്ന ലാവിഷ് എന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പിനുള്ളിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ വിവരം പുറത്ത് അറിയുന്നത്. കടയുടമ കോഴിക്കോട് സ്വദേശിയായ അലി, ഇയാളുടെ മാനേജറും തേവന്നൂർ സ്വദേശിനിയുമായ ദിവ്യമോൾ എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീവനക്കാർ രാവിലെ കടയിലെത്തിയപ്പോൾ സ്ഥാപനം തുറക്കാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ഫാനുകളിലായി ഇരുവരും ജീവനൊടുക്കിയ നിലയിലായിരുന്നു മൃതശരീരങ്ങൾ കാണപ്പെട്ടത്. ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമികമായുള്ള ഒരു നിഗമനം. ഉടൻ തന്നെ ചടയമംഗലം പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും മേൽ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇപ്പോൾ മൃതശരീരം അവിടെ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് തുടർ നടപടികൾക്കായി കൊണ്ടുപോയി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. മരണകാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ടോം, ഈ കുടുംബത്തിന് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? ഈ രണ്ടുപേരും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് യുവതി വിവാഹിതയാണ്, 2 കുട്ടികളുടെ അമ്മയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അങ്ങനെ ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ വിനീഷ്? ടോം, പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
ജീവനക്കാർ പോലീസിനോട് പറഞ്ഞത് ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കടയിലേക്ക് സാധനങ്ങൾ, അതായത് ഇവരുടെ സ്റ്റോക്ക് എടുക്കാനായിട്ട് ഇവർ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോകുന്നത് ഇവർ ഒരുമിച്ചായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പ്രണയത്തിലായാണ് എന്നുള്ള ചില സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇനിയിപ്പോൾ പോലീസിന് അറിയേണ്ടത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നതും. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദിവ്യ മോൾ വിവാഹിതയാണ്, 2 മക്കളുടെ അമ്മയും കൂടിയാണ്. അപ്പോ എന്താണ് ഇവരുടെ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘമടക്കം പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇവരുടെ ഫോൺ രേഖകളടക്കം പരിശോധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവരുടെ ഈ ജീവനക്കാരുടെ മൊഴികൾ നിർണായകമാണ്. ഇത്തരത്തിലുള്ള ചില സൂചനകളും ജീവനക്കാർ നൽകിയിട്ടുണ്ട്. ടോം, ബിനീഷ്, ഈ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന മൊഴി നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്, ഈ യുവതിയുടെ കുടുംബത്തിന് ഇതേക്കുറിച്ച് അറിയാമായിരുന്നോ? മാത്രമല്ല ഈ മരിച്ച ഈ ടെക്സ്റ്റൈൽസ് ഉടമ അലി, ഇയാൾ വിവാഹിതനാണോ? ഇരുവരും സ്വാഭാവികമായി ഇവിടെ വന്ന ശേഷമായിരിക്കും അടുപ്പത്തിലായത്. ഇനി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടുംബം ഇതറിഞ്ഞ്, വീട്ടുകാർ ഇതറിഞ്ഞതിൻ്റെ പ്രശ്നം, അങ്ങനെ ആയിരിക്കുമോ ഇത് ആത്മഹത്യക്ക് നയിച്ച കാരണം? ടോം, ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നുള്ളത് ജീവനക്കാർക്ക് വ്യക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടയുടെ ആവശ്യങ്ങൾക്കായിട്ടടക്കം ഇവർ ഒരുമിച്ചാണ് യാത്ര ചെയ്തിരുന്നതെല്ലാം. കഴിഞ്ഞ ദിവസം ഷോപ്പ് അടച്ചിട്ട് ഈ യുവതി വീട്ടിൽ ചെന്നില്ല എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വീട് വിട്ട് ഇങ്ങനെ കടയുടെ ആവശ്യങ്ങൾക്കായിട്ട് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായതുകൊണ്ട് വീട്ടുകാർ കരുതി എന്ന് പറയുന്നു. അങ്ങനെ ആവശ്യത്തിന് പോയിട്ടുണ്ടാവാം എന്നുള്ളത് കരുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും ഇന്ന് രാവിലെ കട തുറക്കാതെ വന്നതോടുകൂടിയാണ് ഈ ഒരു മരണം അറിയുന്നത്. ജീവനക്കാരാണ് പോലീസിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ടോം, ഈ ഇവരുടെ ഫോൺ രേഖകളും കടയിലെ മറ്റ് കണക്കുകളും എല്ലാം തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ മാനേജർ പോസ്റ്റാണ് ഈ ദിവ്യക്കുള്ളത്. അപ്പോൾ ഈ മരണത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, കൃത്യമായി അന്വേഷിക്കും എന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്നത്. യെസ്, വ്യക്തമാണ്. കൊല്ലത്താണ് ടെക്സ്റ്റൈൽ ഉടമയും ജീവനക്കാരിയും സ്ഥാപനത്തിനുള്ളിൽ തൂങ്ങി മരിച്ചത്. കോട്ടയം വെള്ളൂരിൽ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ജൂബൈൽ ജെ കുന്നത്തൂരാണ് മരിച്ചത്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ആത്മഹത്യയാണെന്ന് ആണ് മനസ്സിലാക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? ആത്മഹത്യയെക്കുറിപ്പ് മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? ടോം, ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള മാനസിക വിഷമങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് കുടുംബത്തിൽ നിന്ന് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ചില ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ അലട്ടിയിരുന്നതായി ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. രാവിലെ ഇന്ന് ഈ അച്ഛനും അമ്മയും ഒപ്പം തന്നെ ഇദ്ദേഹവും മാത്രമായിരുന്നു, ഡോക്ടർ മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. രാവിലെ ഇരുവരും പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് വീട് ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടിയാണ് വീട് തുറന്ന് നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ ഡോക്ടറെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ ഇടപെട്ട് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ അപ്പോഴേക്കും അവിടെ എത്തും മുൻപ് തന്നെ മരിച്ചിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി കഴിഞ്ഞ കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർജറി വിഭാഗത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും അപ്രതീക്ഷിതമായുണ്ടായ ഒരു വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കുടുംബാംഗങ്ങളും മറ്റും നാട്ടുകാരും ഒക്കെ ഉള്ളത്. എന്തായാലും മറ്റ് ദുരൂഹത ഒന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പോലീസിൽ നിന്നടക്കം നമുക്ക് അറിയുന്നത് അങ്ങനെയാണ്. ശ്രീജിത്ത്, ഈ ഏതാനും നാളുകൾക്ക് മുൻപാണ് കോട്ടയത്ത് തന്നെ പാലായിൽ മറ്റൊരു ഡോക്ടറെ ഇതുപോലെ മരിച്ച നിലയിൽ കണ്ടെത്തി, ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ഒരു സംഭവം ശ്രീജിത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തത്. എന്താണ് കാരണം? ഇത് മറ്റു രോഗികളെയൊക്കെ ചികിത്സിക്കുന്നവർ അതിന് ഒരു വലിയ ആത്മവിശ്വാസമൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ അവർക്കിടയിൽ പോലും ഈ രീതിയിലുള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് കൂടി കണ്ടെത്തേണ്ടതല്ലേ?
ടോം, ഏതെങ്കിലും ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ആത്മഹത്യകൾ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരിലെ ജോലി സമ്മർദ്ദത്തെ തുടർന്നുള്ള ആത്മഹത്യകൾ വളരെ തുടർച്ചയായി നടക്കുന്ന സാഹചര്യമുണ്ട്. ഡോക്ടർമാർക്കിടയിൽ അങ്ങനെ ഏതാണ്ട് എല്ലാ വിഭാഗങ്ങൾക്കിടയിലും അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. കേവലം ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രമായി സാധാരണ ആളുകൾ പ്രതീക്ഷിക്കുന്നതാണ് ഇങ്ങനെ ഡോക്ടർമാർ ചെയ്യില്ല, അല്ലെങ്കിൽ പോലീസുകാർ ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനെ ഓരോ വിഭാഗങ്ങളെയും പ്രത്യേകം അങ്ങനെ ഒരു പ്രതീക്ഷയോടെ കാണുന്നത് കൊണ്ടുള്ള ഒരു തോന്നലാണ്. ഫലത്തിൽ ഇത് എല്ലാവരെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ ആത്മഹത്യകളുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ്, വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് കരുതുന്ന കേരളം എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നതാണ്. സ്ത്രീധന പീഡനം അടക്കമുള്ള സംഭവങ്ങളിൽ ഉണ്ടാകുന്ന ആത്മഹത്യ പോലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, കൂട്ട ആത്മഹത്യകൾ തുടർച്ചയായിരുന്നു. ഏറ്റുമാനൂരിലെ ഷൈനിയുടെ ആത്മഹത്യ, അതേപോലെ തന്നെ ജിസ്മോളുടെ മക്കളുടെ ആത്മഹത്യ, അങ്ങനെ പലതരത്തിൽ ആത്മഹത്യ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്. ഒരു രോഗഗ്രസ്തമായ സമൂഹം ആയി അക്കാര്യത്തിൽ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായും ഈ പലതരത്തിലുള്ള ഡിപ്രഷൻ, സാമൂഹികമായുണ്ടായ മാറ്റങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ അതിനുണ്ടാകാം. പക്ഷെ അത് പരിഹരിക്കാൻ അത് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത്. വ്യക്തമാണ്. സുജിത്ത് സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ മനുഷ്യരെ അലട്ടുന്നുണ്ട്. അത് ഡിപ്രഷൻ, അതിന് ജോലി സമ്മർദ്ദമാകാം, വീട്ടിലെ പ്രശ്നങ്ങളാകാം, കാരണം കുടുംബകലഹങ്ങളും മറ്റുമൊക്കെ വലിയ രീതിയിൽ കാരണമാകാറുണ്ട്. പക്ഷേ ഡോക്ടർ ജൂബലിൻ്റെ ആത്മഹത്യക്ക് കാരണം അദ്ദേഹം കുറേ നാളുകളായി ചെറിയ ഡിപ്രഷനിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കർണാടക ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിലെ ഏക സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്ത്. കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തായതിനു പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെന്നാണ് ആരോപണം. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കെ ബി ബൈജു ചേരുന്നു. ബൈജു, ഈ കേസ്, ഈ ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കോടതിയുടെ നിർദ്ദേശം പോലും പാലിക്കുന്നില്ല. മാത്രമല്ല, ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് സംരക്ഷണമില്ല. കേസിൻ്റെ അന്വേഷണം നിലച്ച മട്ട്. ഇപ്പോൾ ഈ ഏകസാക്ഷിയുടെ രഹസ്യമൊഴി പോലും പുറത്തായ സാഹചര്യം, എന്താണ് സംഭവിക്കുന്നത്? അതെ ടോമേ, ഓരോ ദിവസവും നമ്മൾ ഈ ധർമ്മസ്ഥലയിൽ നിന്നും വരുന്ന വിവരങ്ങൾ ഈ നിയമ സംവിധാനത്തെ എങ്ങനെ അട്ടിമറിക്കാം, അതല്ലെങ്കിൽ എങ്ങനെ നടപ്പിലാക്കാം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്ന ഈ രഹസ്യമൊഴി പുറത്തായ സംഭവത്തിൽ വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. പോലീസിനെതിരെ ഇപ്പോൾ പരാതിയുമായി അഭിഭാഷകർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ സാക്ഷി തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു, തന്റെ ഏതെങ്കിലും തരത്തിലുള്ള തന്റെ വിവരങ്ങൾ പുറത്ത് പോകരുത്, കാരണം തന്നെ ജീവന് ഭീഷണിയുണ്ട് എന്നാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന ഈ രഹസ്യമൊഴിയിൽ ഇദ്ദേഹത്തിന്റെ കൃത്യമായ പേരും മറ്റു വിവരങ്ങളും അത് പ്രധാനമായും ചോർന്നിരിക്കുന്നു. അതോടൊപ്പം ഇതിൽ ഉൾപ്പെട്ട ആളുകളുടെ പേരുകൾ അത് അദ്ദേഹം 164 പ്രകാരം മജിസ്ട്രേറ്റ് മൊഴി നൽകിയിരുന്നു. അതും ഇപ്പോൾ പുറത്ത് പോയിരിക്കുന്നു. അത്തരത്തിൽ ഈ കേസിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശുചീകരണ തൊഴിലാളിക്ക് ഇത്തരത്തിലുള്ള സുരക്ഷ നൽകണമെന്ന് കോടതി നിർദ്ദേശമുണ്ട്. ഇതുവരെ നടപ്പിലായിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മൊഴി കൂടി പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ കേസിൽ ഇയാൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പരിശോധന നടത്തണം, വിശദമായ പരിശോധന നടത്തണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ ഇതുവരെയായും കടന്നിട്ടില്ല. എന്തായാലും ആക്ഷൻ കമ്മിറ്റി വലിയ പ്രതിഷേധത്തിലാണ്. അതോടൊപ്പം അഭിഭാഷകരും കൂടുതൽ നിയമ നടപടികളിലേക്ക് ഇവർ പോകുന്നുണ്ട്. ഈ അനന്യ ഭട്ടിന്റെ കേസിലും സമാനമായ സാഹചര്യം തന്നെയാണ്. ഇതുവരെ ആ കേസിൽ ഒരു അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല. പരാതി സ്വീകരിച്ചു. ബൈജു, ഇതുവരെയും, അതായത് കോടതിയുടെ നിർദ്ദേശം പാലിച്ചിട്ടില്ല. അഭിഭാഷകർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇനി എന്നാണ് കേസ് കോടതി പരിഗണിക്കുക? അവിടെയെങ്കിലും ഒരു നീതി, അതായത് ഈ നിയമ സംവിധാനത്തിൽ കോടതിയിൽ മാത്രമാണ് ഇനി ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെയും അതോടൊപ്പം കൊല്ലപ്പെട്ട അനന്യയുടെയും സൗജന്യയുടെ ഒക്കെ കുടുംബത്തിന്റെ പ്രതീക്ഷ അല്ലേ? തീർച്ചയായും തിങ്കളാഴ്ചയാണ് ഈ കേസ് കോടതി പരിഗണിക്കുന്നത്. ഒരു പക്ഷേ കോടതിയിൽ നിന്നും വലിയ വിമർശനം ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം നാളെയോ മറ്റന്നാളോ ഈ പ്രദേശത്ത് കുഴിച്ച് പരിശോധിക്കാമെന്ന് പോലീസ് അനൌദ്യോഗികമായി പറയുന്നുണ്ട്. പക്ഷെ അതിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, ശുചീകരണ തൊഴിലാളി അവിടെ എത്തുന്നു, അഭിഭാഷക സംഘം എത്തുന്നു. അന്ന്
പരിശോധന നടത്തും അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും ഒന്നും ഉണ്ടായില്ല. ഏതായാലും ഇത് കോടതി ഇത് വളരെ ഗൗരവത്തോടുകൂടി എടുത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ അന്വേഷണം നടത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടത്. തിങ്കളാഴ്ച ഇത് കർണാടക ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അതായത് പ്രധാനമായും ഈ രഹസ്യമൊഴി ചോർന്നത് വലിയ തോതിലുള്ള ഒരു ചട്ടലംഘനമാണ് നടന്നിരിക്കുന്നത്. തിങ്കളാഴ്ച ഈ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇതിന്റെ അന്വേഷണ പുരോഗതി കോടതി ചോദിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നാളെയോ മറ്റന്നാളോടുകൂടി ഈ തെളിവെടുപ്പ് നടത്താമെന്ന ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഈ അന്വേഷണം എത്രത്തോളം വൈകിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നെന്ന് വേണം ഈ കാര്യങ്ങളിലെല്ലാം മനസ്സിലാക്കാൻ. ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ശക്തികൾ, അതായത് ഈ ഇത്തരം നീചകൃത്യങ്ങൾ ചെയ്ത ശക്തികൾ ഇപ്പോഴും ഇവിടെ തന്നെ ധർമ്മസ്ഥലത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് അട്ടിമറിക്കാൻ ശ്രമിക്കുക അതിനെല്ലാം വഴികളും അവർ തേടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ ഐഡന്റിറ്റി അദ്ദേഹം ഇതിൽ പ്രധാനമായും ഈ പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ, എവിടെയാണ് സ്ഥലം കുഴിച്ചിട്ടെന്ന ആ വിവരങ്ങൾ, ഇത്തരം വിവരങ്ങളൊക്കെ അതീവ ഗൗരവത്തോടുകൂടിയുള്ള വിവരങ്ങളാണ്. അതെല്ലാം ഇപ്പോൾ പുറത്ത് പോയിരിക്കുന്നു. ഇനി ഏതെങ്കിലും നിമിഷത്തിൽ ഏറ്റവും പ്രധാനം ഏക സാക്ഷിയാണ് ഈ കേസിലെ ഈ ശുചീകരണ തൊഴിലാളി എന്നതാണ്. ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് ഈ കേസ് ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സുരക്ഷ വളരെ പ്രധാനമാണ്. അത് അടിയന്തരമായി നൽകേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് അഭിഭാഷകരും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബൈജു, നിലവില് ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷ ഒരുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഇപ്പോൾ ആരുടെ സംരക്ഷണയിലാണ്? കാരണം ഇതുപോലെ ഒരു വലിയ സ്വാധീനമുള്ള, പോലീസ് കേസ് പോലും അട്ടിമറിക്കുവാൻ സ്വാധീനമുള്ള ഒരു വ്യക്തിക്കെതിരെയാണ്, ചില ഉന്നതർക്കെതിരെയാണ് ഇദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയത്. ഒരു സുരക്ഷിതമായ സ്ഥലത്താണ് ഇദ്ദേഹം ഉള്ളത്. ടോമേ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇദ്ദേഹം സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ അഭിഭാഷകരുടെയും സംരക്ഷണയിലാണ് ഇദ്ദേഹം കഴിയുന്നത്. പക്ഷെ അതിന് എത്ര നാൾ ഇത്തരത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന ഒരു ആശങ്ക ഇവർ പങ്കുവെക്കുന്നുണ്ട്. പ്രധാനമായി ഈ എത്രയും പെട്ടെന്ന് ഈ സ്ഥലം, ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയ സ്ഥലം, ഇതിൽ എത്രത്തോളം സത്യമുണ്ട് അതെങ്കിലും ജനങ്ങൾ അറിയണമെന്നാണ് ആക്ഷൻ കമ്മിറ്റി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം കുറിച്ച് പരിശോധന നടത്തുകയും അവിടെ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ അത് DNA ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്യണമെന്ന ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനന്യ ഭട്ടിന്റെ തിരോധാനം, അത് സംബന്ധിച്ച് ഈ ശുചീകരണ തൊഴിലാളി തന്നെ വളരെ ഗൗരവമായ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുമായി അത്തരം മൃതദേഹങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ അവർ ആ അമ്മ ആവശ്യപ്പെട്ടത് ഒരു അസ്ഥിയെങ്കിലും എടുത്തു തരുമെന്നാണ് പോലീസിനോട് അത്രത്തോളം ഈ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 23 വർഷം കഴിഞ്ഞിരിക്കുന്നു മകൾ നഷ്ടപ്പെട്ടിട്ട്. ഒരു അസ്ഥിയെങ്കിലും എടുത്തു തരൂ, തന്റെ അന്ത്യകർമ്മം, മകളുടെ അന്ത്യകർമ്മം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ വളരെ നിർണായകമായ വിവരങ്ങൾ ശുചീകരണ തൊഴിലാളിയുടെ പക്കൽ ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുഴിയെടുത്തുള്ള പരിശോധനയിൽ അത്തരം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരും. ഒരു പക്ഷേ ഈ കേസിന്റെ ഗതി തന്നെ മാറിയേക്കാം. അതുകൊണ്ടായിരിക്കാം ഇത് വൈകിപ്പിക്കുന്ന ഒരു ആക്ഷേപവും കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹത്തിന് സുരക്ഷ അടിയന്തരമായി നൽകേണ്ടിയിരിക്കുന്നു. നേരത്തെ ഈ ആക്ഷൻ കമ്മിറ്റി അറിയിച്ച കാര്യം, പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, ഈ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തിയില്ലെങ്കിൽ സ്വമേധയാ അത്തരം പരിശോധനയിലേക്ക് കടക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വലിയ പ്രതിഷേധവും അവിടെ ഉയരുന്നുണ്ട് ഇപ്പോഴും. അതായത് ഇനി തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം എന്താണ്? തീർച്ചയായും അത്തരം ഒരു നടപടികളിലേക്കായിരുന്നു ആക്ഷൻ കമ്മിറ്റി ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ ദക്ഷിണ കന്നഡ ജില്ലാ SP ഡോക്ടർ K. അരുൺ, അദ്ദേഹത്തിൽ കൃത്യമായ വിശ്വാസമുണ്ട്. ഈ കേസ് അദ്ദേഹം തെളിയിക്കും, അതിലേക്ക് ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടത്തില്ല എന്ന അദ്ദേഹത്തിലെ ഒരു വിശ്വാസം ഈ ആക്ഷൻ കമ്മിറ്റിക്കുണ്ട്, അഭിഭാഷക സംഘത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാതെ പോലീസിന്റെ നടപടികൾ അത് വരട്ടെ എന്ന ഒരു ആലോചനയിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിലേക്ക് അവർ കടന്നേക്കാം. കാരണം നേരത്തെ തന്നെ ഒരു മൃതദേഹ വിശിഷ്ടം, ഒരു തലയോട്ടി അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു.
മണ്ണിൽ നിന്നും എത്ര തലയോട്ടികൾ ലഭിക്കുന്നു, അതല്ലെങ്കിൽ എത്ര മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നു എന്നതെല്ലാം വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അത് പോലീസ് ആ രീതിയിൽ ഇന്നോ നാളെയോ, അതായത് കോടതിയിൽ എന്തായാലും വൈകാതെ തന്നെ വീണ്ടും ഈ കേസ് വരും. അത് പോലീസിനെതിരെ വലിയ വിമർശനം ഉണ്ടാകും. കാരണം പോലീസ് ഇതിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ വലിയ കോടതി ലക്ഷ്യം കാട്ടിയിരിക്കുന്നു. ഈ സാക്ഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ധർമ്മസ്ഥല പോലീസായിരിക്കും അതിന് ഉത്തരവാദി എന്ന് പോലും ഇവർ ഇപ്പോൾ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ് ഈ പരാതി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു കേസിൽ 164 പ്രകാരം മജിസ്ട്രേറ്റിന് ഇത്തരത്തിൽ മൊഴി കൊടുക്കുന്നത് തന്നെ അതീവ രഹസ്യമായാണ്. അന്ന് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നതൊക്കെ ആ രീതിയിലായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇയാളെ തിരിച്ചറിയാൻ കഴിയാതെ അത്തരത്തിൽ അപകടമുണ്ടാകാത്ത രീതിയിൽ, ജീവന് ഭീഷണി ഉണ്ടാകാത്ത രീതിയിൽ അങ്ങനെയായിരുന്നു കൊണ്ടുവന്നത്. പക്ഷേ അതെല്ലാം വെറുതെ ആയിരിക്കുന്നു. കാരണം അദ്ദേഹത്തെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു. അത് പല യൂട്യൂബ് ചാനലുകളും ഉൾപ്പെടെ പ്രക്ഷേപണം ചെയ്ത് 11 മണിക്കൂറോളം ആണ് ഈ ചാനലുകളിലൊക്കെ ഈ വീഡിയോ അങ്ങനെ കിടന്നത്. അത് ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ആളുകളൊക്കെ വ്യക്തമായ വിവരം ഈ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇദ്ദേഹത്തെ കുടുംബത്തെക്കുറിച്ചൊക്കെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അഭിഭാഷകരും അത് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ജീവന് അപകടമാവാൻ സാധ്യതയുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടി, അതായത് ഇവിടെ മണ്ണ് കുഴിച്ചുള്ള പരിശോധന, അവിടെയുള്ള ആ മണ്ണിനടിയിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ അതൊക്കെ പുറത്തെടുക്കുക, ഫോറൻസിക് ഉൾപ്പെടെയുള്ള പരിശോധന നടത്തുക, DNA ടെസ്റ്റ് നടത്തുക. കാരണം പരാതിക്കാരായി ഇപ്പോൾ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് ധർമ്മസ്ഥലയിൽ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ മകളുടെ ആ മൃതദേഹം അവിടെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി തരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവരും ആ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ തെരച്ചിൽ നടത്തണം. തന്റെ മകൾ അവിടെ ഇത്തരത്തിൽ കൊലപാതകം ചെയ്ത് അവിടെ കുഴിച്ചിട്ട ഉണ്ടാകാം എന്ന്. ഏതായാലും അതൊക്കെ പുറത്തു വരാൻ വളരെ നിർണായകമാണ് ഈ ഒരു പരിശോധന. ഒപ്പം ഈ സാക്ഷിയെ ഈ കാര്യത്തിൽ ഇതിപ്പോൾ ഈ രഹസ്യമൊഴി പുറത്തായ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് പരിശോധന നടത്തേണ്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ സ്ഥലത്ത് തെളിവുകൾ നശിപ്പിക്കാൻ പോലും സാധ്യതയുണ്ടെന്നാണ് അഭിഭാഷകർ പറയുന്നത്. അത് തന്നെയാണ് കാരണം ഈ രഹസ്യമൊഴി പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി ഒരു പക്ഷേ തെളിവ് നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ പോലും ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ 400-ലധികം, ഏകദേശം 450ഓളം ആളുകളുടെ തിരോധാനം, അതിൽ 100ഓളം പെൺകുട്ടികളടക്കം 100ഓളം പേരെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കുഴിച്ചു മൂടി എന്ന വെളിപ്പെടുത്തൽ വരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷ ഒരുക്കാത്തതും ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. ADGP MR അജിത് കുമാർ ശബരിമലയിലേക്ക് നടത്തിയ വിവാദ ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്ത്. CCTVയിൽ പെടാതെ അജിത് കുമാർ നടത്തിയ യാത്ര ദേവസ്വം ബോർഡ് സ്വാമി അയ്യപ്പൻ റോഡിൽ സ്ഥാപിച്ച ക്യാമറയിലാണ് കുടുങ്ങിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിയമവിരുദ്ധ യാത്ര ദേവസ്വം ബോർഡ് തന്നെ സ്ഥിരീകരിച്ചതോടെ തിങ്കളാഴ്ച കോടതി കേസ് പരിഗണിക്കുമ്പോൾ നിർണായക നീക്കങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, ഈ വിവാദ യാത്രയിൽ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുക്കുന്നു, പോലീസ് ഉന്നതനെ സംരക്ഷിക്കുന്നു. കോടതിയുടെ ഇടപെടലുണ്ടായിട്ട് പോലും ഈ രീതിയിലുള്ള നീക്കമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോവുക? കാരണം ഇനിയും MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിയുമോ? ഈ കേസിൽ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ADGPയെ സംരക്ഷിക്കുക എന്നൊരു കാര്യം തന്നെയാണ് പോലീസ് തുടക്കം മുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ശബരിമലയിൽ അദ്ദേഹം ഈ നവഗ്രഹ പ്രതിഷ്ഠാ പൂജയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സന്ദർശനമാണ് അദ്ദേഹം നടത്തിയത്. ആ സന്ദർശനത്തിലാണ് അദ്ദേഹം പമ്പയിൽ നിന്നും ട്രാക്ടറിലേക്ക് കഴിഞ്ഞ ശനിയാഴ്ച ട്രാക്ടറിൽ കയറി. ഒപ്പം CCTV ദൃശ്യങ്ങൾ, അതായത് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാണ് പമ്പയിൽ നിന്ന് നടന്നു വന്നതിന് ശേഷം നിരുവിലേക്ക് കയറുന്നതിന്റെ തൊട്ടപ്പുറത്തിൽ അരുവിയുടെ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം ആദ്യം ട്രാക്ടറിൽ കയറി. പോലീസിന്റെ തന്നെ ഉടമസ്ഥയുള്ള ട്രാക്ടറിൽ കയറിയാണ് അദ്ദേഹം യാത്ര ചെയ്ത് സന്യാസത്തിൽ തിരിച്ചും അത് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ട്രാക്ടർ അദ്ദേഹം തിരികെ എത്തിയത്. എന്തായാലും ഇത് വലിയ വിവാദമാവുകയും ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് കേസെടുക്കുന്നത്. പോലീസ് കേസെടുത്തിട്ടുള്ളത് പ്രധാനമായും ഈ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത്. MR അജിത് കുമാറിന്റെ പേരുകളോ ഒന്നും തന്നെ പരാമർശിക്കാതെ ഈ ഡ്രൈവറെ പ്രതിപട്ടികയിലാക്കിക്കൊണ്ടുള്ള കേസാണ്
പമ്പ പോലീസ് എടുത്തത്. അത് പ്രധാനമായും ഈ പറയുന്ന പമ്പ CA അടക്കം ഒപ്പം ജില്ലാ പോലീസ് മേധാവി അടക്കം വിനോദ് കുമാർ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ചിത്രം കൂടി വന്നിരിക്കുന്നത്. നേരത്തെ പോലീസിന്റെ കൈവശം ഇത്തരം തെളിവുകളില്ല, അത് ഒരുപക്ഷെ പുറത്തു വരില്ല എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ തെളിവുകൾ വരുള്ളൂ. പക്ഷേ ദേവസ്വം ബോർഡിന്റെ CCTV ക്യാമറയിൽ MR രാജ്കുമാർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താഴെ പമ്പയിൽ നിന്ന് പോകുമ്പോൾ MR രാജ്കുമാർ മങ്കി ക്യാപ്പ് ധരിച്ച് നീല ടീഷർട്ട് ഇട്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ അംഗരക്ഷകരും ഈ ട്രാക്ടർ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്തായാലും കോടതി രൂക്ഷമായ ഒരു വിമർശനം അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. സുഖമില്ലാത്ത ആളാണെങ്കിൽ ആംബുലൻസ് കയറി സന്നിധാനത്ത് എത്തിക്കൂടെ എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിച്ചിരുന്നു. എന്തായാലും വലിയ വിമർശനങ്ങൾ ഇതുമായി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് തിങ്കളാഴ്ചയാണ് പരിഗണിക്കുന്നത്. ഈ ദൃശ്യങ്ങളടക്കം ഇതിൽ കോടതിയിലെ പരിഗണന വരും. തുടർ നടപടികൾ അതിനുശേഷമായിരിക്കും. എന്തായാലും MR രാജ്കുമാറിനെ പോലീസ് സംരക്ഷിക്കുമ്പോൾ പോലെ തന്നെ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഇതിനൊരു നടപടികളുണ്ടാകും. അതുകൊണ്ട് സർക്കാരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു രീതി MR രാജ്കുമാറിനെ ADGP സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ എടുത്തുള്ളത്. അതിനും ഇനി സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്ന കാര്യം കൂടി ഇനി വരേണ്ടിയിരിക്കുന്നു. എന്തായാലും തീർച്ചയായും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ശബരിമല പോലുള്ള സ്ഥലത്ത് നേരത്തെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ആളാണ്. ശബരിമലയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ആളാണ്. അദ്ദേഹം കോടതി ഉത്തരവ് ലംഘിച്ച് നടപ്പാക്കേണ്ടവരാണ് ഈ രീതിയിൽ നിയമലംഘനം നടത്തുന്നതെന്നാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്. അന്ന് സ്വാഭാവികമായും പോലീസ് എന്താണ് സംഭവിച്ചത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം. ഇവിടെ നമുക്കറിയാം, ഒരു സാധാരണ ഒരു ഡ്രൈവറെ ബലിയാടാക്കിക്കൊണ്ട് പോലീസ് ഉന്നതനെ സംരക്ഷിക്കുന്ന സമീപനമാണ് നടത്തിയിരിക്കുന്നത്. എന്ത് നീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ടല്ലോ. പക്ഷേ ഇത്തരം തെളിവുകൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനിയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഉന്നതനെ MR രാജ്കുമാറിനെ സംരക്ഷിക്കാൻ കഴിയുമോ? അത്തരത്തിലൊരു സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പോലീസിന്റെ ഡ്രൈവറെ പ്രതിയാക്കിയതിനെതിരെ പോലീസ് സംഘടനകൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്, എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ മാത്രം ബലിയാടാക്കിയുണ്ട്. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റിന് പോലീസ് ഡ്രൈവറെ പ്രതിയാക്കി കേസെടുത്തതുമായി ബന്ധപ്പെട്ട് പോലീസ് അസോസിയേഷനിലും ഇത്തരം ഒരു എതിർസ്വരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തെളിവ് കൂടി പുറത്തു വന്ന ഈ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ നടപടി ഉണ്ടാകാനാണ് സാധ്യത. കാരണം ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം എത്രത്തോളം ഈ പോലീസും അതുപോലെ ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ പമ്പ CA അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അറിയാതെ ഇദ്ദേഹത്തിന് പോലീസിന്റെ ട്രാക്ടർ കയറി യാത്ര ചെയ്യാൻ കഴിയില്ല. അതിനൊരു വേദി ഒരുക്കി കൊടുക്കുകയാണ് ജില്ലാ പോലീസ് മേധാവിയും ഒപ്പം പമ്പ CA അടക്കമുള്ള പോലീസുകാരുടെ ഒത്താശയോട് കൂടി തന്നെയാണ് ADGP ട്രാക്ടർ യാത്ര ചെയ്തിട്ടുള്ളത്. ഗുരുതര വീഴ്ച, നിയമലംഘനം ഉന്നത ഉദ്യോഗസ്ഥൻ നടത്തിയിരിക്കുന്നു. ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുന്ന ആളാണ്. ആ വീഴ്ച വരുത്തിയതിന്റെ തെളിവുകൾ മറയ്ക്കാൻ പോലീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇല്ലാതായിരിക്കുന്നു. തീർച്ചയായും കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ നടപടി ഉണ്ടാകാനാണ് സാധ്യത. പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും. അതെല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ADGPക്കെതിരെയുള്ള നടപടി. MR രാജ്കുമാറിനെതിരെയുള്ള നടപടി ഉണ്ടാകും. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ നടപടി ഉണ്ടാകാൻ സാധ്യതയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദേവസ്വം ബോർഡിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് ശശിനാരായണൻ? അപ്പം ഈ MR രാജ്കുമാർ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രാക്ടർ യാത്ര ഒരു തീർത്ഥാടകനാണ് ഇത്തരം പ്രവൃത്തി സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ദേവസ്വം ബോർഡിലെയും ഒരു നടപടിയിലേക്ക് വന്നത്. ദേവസ്വം ബോർഡ് തീർച്ചയായും ഇത്തരം ഒരു ഈ MR രാജ്കുമാറെ സംരക്ഷിക്കുന്ന നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. നടപടി ദേവസ്വം ബോർഡ് വിശദീകരണം അത്തരത്തിൽ തന്നെയാണ് കോടതിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായി ഈ ഗുരുതര വീഴ്ച വരുത്തി, അതായത് നിയമലംഘനം നടത്തി എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ MR രാജ്കുമാറെ സംരക്ഷിക്കുന്ന നിലപാടല്ല ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ബന്ധപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡ് സമർപ്പിക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തെളിവുകളെല്ലാം MR രാജ്കുമാറിന് എതിരായിരിക്കുന്നു. ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമായത്. സർക്കാരിനെതിരെ ഒരു നടപടിയിലേക്ക് ഒരുപക്ഷെ ഇനിയും ഉണ്ടാവും. കാരണം വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലം MR രാജ്കുമാറിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. കാരണം പൂരം കലക്കലടക്കമുള്ള വിവാദങ്ങൾ നിൽക്കുമ്പോൾ അതിനെല്ലാം ഇദ്ദേഹത്തിന് എതിരെയാണ് മൊഴികളൊക്കെ രാജ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നൽകിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു നടപടിയിലേക്ക് ഈ കേസ് കൂടി വരുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കോടതി തീരുമാനിക്കും. കടുത്ത വിമർശനങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഈ കേസുമായി ഉണ്ടാവും. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. മലപ്പുറം കുറ്റിപ്പുറം KMCT കോളേജിൽ സംഘർഷം. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടി.
സംഭവത്തിൽ ഒരാൾക്ക് പരിക്കുണ്ട്. കഴിഞ്ഞ 10-ന് പഠിപ്പ് മുടക്കൽ സമരത്തിന്റെ ഭാഗമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിനെതിരെയായിരുന്നു പ്രതിഷേധം. VK ജിഷാദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷാദ്, ഈ പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും നയിച്ച സാഹചര്യം എന്താണ്? ടോം, കുറ്റിപ്പുറം ലോ കോളേജിൽ വിദ്യാർത്ഥികളും പോലീസ് തമ്മിൽ ഏറ്റുമുട്ടി. ഒരാൾക്ക് ഇതിൽ പരിക്കേറ്റു. ജൂലൈ 10-ന് SFIയുടെ നേതൃത്വത്തിൽ ഈ കോളേജിൽ പഠിപ്പുമുടക്ക് സമരം നടത്തിയിരുന്നു. ഇതിനെതിരായി സമരത്തിൽ പങ്കെടുത്ത 40 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് വളാഞ്ചേരി SFIയുടെ നേതൃത്വത്തിൽ KMCT ലോ കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഗേറ്റിനരികിൽ നിലയുറപ്പിച്ച പോലീസ് ഈ അകത്തുനിന്ന് ഈ ഗേറ്റ് പൂട്ടിയിരുന്നു. ഇതിനിടയിൽ കോളേജിനകത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ പുറത്തു കടക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനിടയിലാണ് സമരക്കാർ ഈ ഗേറ്റിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ഇത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. 2 റൗണ്ട് പോലീസ് ലാത്തി വീശി. തുടർന്ന് നിലയുറപ്പിച്ച വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു. പോലീസിനെ കണ്ണുവെട്ടിച്ച് SFI മലപ്പുറം ജില്ലാ സെക്രട്ടറി ആദിൽ ഉൾപ്പെടെ പ്രവർത്തകർ ഈ കമ്പിന്റെ അടിയിൽ കൂടെ കയറിയും പ്രിൻസിപ്പാളെ ഉപരോധിക്കുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീട് തിരൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് സമരക്കാരെ ശാന്തരാക്കിയത്. ടോം, ഈ പ്രതിഷേധം പൂർണ്ണമായി അവസാനിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇത്? കാരണം ഈ 40ഓളം വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നാണ് ഈ രീതിയിൽ പ്രതിഷേധം ഉണ്ടായത്. അവരെ തിരിച്ചെടുക്കാനുള്ള, ഈ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ടോം, ഈ SFI ഈ സമരം നടത്തുന്നത് അതായത് പ്രിൻസിപ്പാളുമായി ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രിൻസിപ്പാൾ അതായത് ഈ സമരക്കാരുമായി ഒരു സന്ധിക്കില്ല എന്ന് ിടെ പോലീസ് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ഈ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആദിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് ഇടിച്ചു കയറുകയാണ്. അടിയിലൂടെ ഒഴിഞ്ഞു കയറിയാണ് പ്രിൻസിപ്പാളെ ഉപരോധിച്ചത്. തിരൂർ DSP പ്രേമാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സമരക്കാരുമായി ചർച്ച നടത്തിയാലാണ് ഈ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. ടോം, വ്യക്തമാണ്. VK ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. കുറ്റിപ്പുറം KMCT കോളേജിലാണ് വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത്. ഇടുക്കി ബൈസൺ വാലി സർക്കാർ സ്കൂളിൽ സഹപാഠികൾക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗം. 10 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. വിദ്യാർത്ഥിനിക്ക് യുവാവുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്യാനെത്തിയ മാതാപിതാക്കൾക്ക് നേരെ പെപ്പർ സ്പ്രേ ചെയ്തപ്പോൾ മറ്റു കുട്ടികൾക്ക് മേൽ പതിക്കുകയായിരുന്നു. ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജാക്കാട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, എന്താണ് സംഭവിച്ചത്? ആരംഭിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ബൈസൺ വാലി ഗവൺമെന്റ് സ്കൂളിൽ നടക്കുന്നത്. അതായത് ബസ്സിൽ ഈ സ്കൂളിന് മുൻപിൽ വന്നിറങ്ങിയ വിദ്യാർത്ഥികൾ ഒരാളുമായി മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് പെപ്പർ സ്പ്രേ പ്രയോഗത്തിലേക്കൊക്കെ നീങ്ങിയത്. അതായത് പെപ്പർ സ്പ്രേയുമായി എത്തിയ വിദ്യാർത്ഥിയുടെ ഈ മറ്റൊരു സഹപാഠിയുടെ മാതാപിതാക്കൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഈ വിദ്യാർത്ഥി ബാഗിൽ കരുതിയിരുന്ന പെപ്പർ സ്പ്രേ ഇത് പ്രയോഗിക്കുകയായിരുന്നു. ഇവരുടെ നേരെയും ഇവരുടെ കൂടി നിന്ന സഹപാഠികളുടെ നേരെയും പെപ്പർ സ്പ്രേ വീഴുന്ന സാഹചര്യമുണ്ടായി. കുരുമുളക് വീഴുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവം നടക്കുമ്പോൾ ഈ വഴക്കേറ്റമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ബസ്സിൽ വന്നിറങ്ങിയ വിദ്യാർത്ഥികളൊക്കെ ഈ കൂട്ടം കൂടി ഇവർക്കൊപ്പം ചുറ്റും നിന്നിരുന്നു. അങ്ങനെയാണ് ഈ കൂടുതൽ വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് കുരുമുളക് ഒക്കെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇവിടെ എത്തിയ മാതാപിതാക്കളുമായി വിദ്യാർത്ഥിയുമായി ഈ മറ്റു കുട്ടികളുള്ള സൗഹൃദം ചോദ്യം ചെയ്താണ് ഇവർ എത്തിയത്. ഇതാണ് ഇത്തരത്തിലൊരു വാക്കേറ്റത്തിലേക്ക് മാറിയത്. തുടർന്ന് പെപ്പർ സ്പ്രേ പ്രയോഗത്തിലേക്ക് മാറിയത്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഈ കുരുമുളക് സ്പ്രേ ദേഹത്ത് പതിച്ചോടെ പല വിദ്യാർത്ഥികൾക്കും തലകർക്കവും ഛർദിയുമൊക്കെ അനുഭവപ്പെട്ടു. ഇവ ആശുപത്രി ചികിത്സ തേടി അടിമാലി ഗവൺമെന്റ് ആശുപത്രി ചികിത്സ തേടി ഇപ്പം മറ്റു വിദ്യാർത്ഥികൾക്ക് ചികിത്സ നേടിയ സാഹചര്യമുണ്ട്.
പ്രിൻസ്, ഈ പെപ്പർ സ്പ്രേ കൈവശം വെക്കുന്നത് പോലും നിയമവിരുദ്ധമാണ്. കാരണം അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ ജാമ്യമില്ലാ വകുപ്പ് പോലും ചുമത്താവുന്ന കേസ് കൂടിയാണ്, ഗുരുതരമായിട്ടുള്ള കേസ് കൂടിയാണ്, ഇതിൽ ചുമത്താവുന്നതാണ്. എന്തിനാണ് ഈ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ ഈ പെപ്പർ സ്പ്രേ അവിടെ കൊണ്ടുവന്നതെന്ന് കൂടി കാര്യം പരിശോധിക്കണം. ഒരു ആസൂത്രിതമായി ആക്രമണം നടത്താൻ ഈ പെപ്പർ സ്പ്രേ പ്രയോഗിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നോ? ടോം, തീർച്ചയായും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം രാജാക്കാട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇരു വിഭാഗങ്ങളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും അതിന് കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യുമെന്നാണ് രാജാക്കാട് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരു കൂട്ടരും, അതായത് ഈ കുരുമുളക് സ്പ്രേ അടിച്ച വിദ്യാർത്ഥിയും ഒപ്പം സ്പ്രേ പതിച്ച മറ്റു വിദ്യാർത്ഥികളുമൊക്കെ 2 ആശുപത്രികളിലായി ചികിത്സയുണ്ട്. സർക്കാർ ഒരുപാട് ഗവൺമെന്റ് ആശുപത്രിയിലും അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ നേടിയിരിക്കുന്നത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. എന്തായാലും ഇത് ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. ഇത്തരത്തിൽ ഈ സ്കൂളിലേക്ക് ഈ പെപ്പർ സ്പ്രേയുമായി എത്തുക, അത് വിദ്യാർത്ഥികളുടെ നേരെയും ഒപ്പം വിദ്യാർത്ഥികളുടെ നേരെയും ഒക്കെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു സംഘർഷം അല്ലെങ്കിൽ ഒരു കയ്യാങ്കളി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്കൂളിന്റെ മുൻഭാഗത്ത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളെത്തി ഈ ഒരു വിഷയം ഈ വിദ്യാർത്ഥികളുമായി ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം, അതും സ്കൂളിന് മുൻഭാഗത്ത് വെച്ച് തന്നെ ഈ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടായതും വിശദമായ അന്വേഷണം നടത്തുകയും അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പോലീസ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഈ സംഭവത്തെ തുടർന്ന് പോലീസ് ആർക്കെങ്കിലും എതിരെ കേസെടുത്തിട്ടുണ്ടോ? പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. ഇതിൻ്റെ ഒരു ഗൗരവം അവർക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകില്ല. ഇത് ഏത് രീതിയിലുള്ള നടപടിയായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക? നിലപാടിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇരു കൂട്ടരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എന്തായാലും കുട്ടികൾക്ക് നിലവിൽ ആദ്യമൊക്കെ ദേഹാസ്വാസ്ഥ്യവും ഛർദിയും തലകറക്കമൊക്കെ അനുഭവപ്പെട്ടിരുന്നെങ്കിലും മറ്റു കുട്ടികളുടെ നിലയ്ക്ക് മറ്റ് കാര്യമായ പ്രതിസന്ധികളില്ല, ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ നിന്ന് വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തി ഈ സംഭവം ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് നീങ്ങുക. ഒപ്പം മറ്റ് വിദ്യാർത്ഥികളല്ലാതെ മറ്റുള്ളവരും ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം കൂടി പരിശോധിക്കും. ഒപ്പം കുരുമുളക് സ്പ്രേ പോലുള്ള സംഭവങ്ങളൊക്കെ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും വ്യക്തമായ ഒരു അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് രാജാക്കാട് പോലീസ് വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ബൈസൺ വാലി സർക്കാർ സ്കൂളിലാണ് സഹപാഠികൾക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗമുണ്ടായത്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.